തൊഴിലുറപ്പ് പദ്ധതിയെയും കുടുംബശ്രീയെയും തകർക്കരുതെന്ന് ആവശ്യപ്പെട്ട് STU കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് NNMS ജിയോ ടാഗിംഗ് സമ്പ്രദായം പൂർണ്ണമായും ഒഴിവാക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങളും കൂലിയും വർദ്ധിപ്പിക്കുക, രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതി ആകർഷകമായ ആനുകൂല്യങ്ങളുടെ നടപ്പിലാക്കുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെയാക്കുക, NRG സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ജനകീയ ഹോട്ടലുകളുടെ നടത്തിപ്പുകാർക്ക് കൊടുക്കാനുള്ള സബ്സിഡി കൊടുത്തു തീർക്കുക, CDS അംഗങ്ങൾക്ക് 2 വർഷം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച 500 രൂപ മാസ ഹോണറേറിയം അടിയന്തരമായി അനുവദിക്കുക, അയൽക്കൂട്ടങ്ങൾ ബാങ്കിൽ നിന്നും CDS വഴി എടുക്കുന്ന ലിങ്കേജ് വായ്പകൾക്ക് കേന്ദ്ര സർക്കാർ ദേശീയ നഗര ഗ്രാമീണ ഉപജീവന ദൗത്യം വഴി അനുവദിക്കുന്ന പരീക്ഷാ സബ്സിഡി അടിയന്തരമായി അനുവദിക്കുക, കുടുംബശ്രീയെ തകർക്കാനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീ പ്രവർത്തനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ച് STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഉബൈദ് കാക്കിരി അധ്യക്ഷനായിരുന്നു. STU ജില്ലാ പ്രസിഡന്റ് VK തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. മാർച്ചിലും ധർണയിലും വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ അവകാശ പത്രിക ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മൻസൂർ എന്ന കുഞ്ഞിപ്പു അവതരിപ്പിച്ചു. STU ജില്ലാ സെക്രട്ടറി KT മജീദ്, ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലുക്മാൻ അരീക്കോട്, ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി MT ബഷീർ, ജില്ലാ ഭാരവാഹികളായ റംലത്ത് കുറ്റീരി, ഷാഹിന TK, STU മണ്ഡലം സെക്രട്ടറി അലി മൊറയൂർ എന്നിവർ സംസാരിച്ചു. ഫാത്തിമ മങ്കട, റഹിയാനത്ത് M, കമറുനിസ പടിക്കൂത്ത്, മൈമൂന മൂസ പടിക്കൂത്ത്, KT ഹംസ, ആസിയ കുന്നത്ത്, ഫാത്തിമ വട്ടോളി, CDS പ്രസിഡന്റുമാരായ റംല കാവന്നൂർ, ഷബ്ന ഷാഫി, CP റംല കിഴുപറം, റസിയ മുറയൂർ, നജീറ ആനക്കയം, സുഹറ മുച്ചിത്തോടൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Gold and Diamonds, Pride of Generations, India, Oman, Bahrain.